ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഏപ്രിൽ മാസം പരിശുദ്ധാരൂപിയുടെ വണക്കമാസം 21-ാം ദിവസം. പരിശുദ്ധാരൂപി തണുത്ത ഹൃദയങ്ങളെ ചൂടാക്കുകയും വഴിതെറ്റിയവയെ തിരിക്കുകയും ചെയ്യുന്നതിനെ ഇന്നേ ദിവസം നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ പ്രായോഗിക ചിന്തകൾ: നിന്റെ ഇടയിലുള്ള പാപികളെ അനുതാപത്തിലേക്ക് കൊണ്ടുവരുവാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ? അജ്ഞാനികളെ മനസ്സുതിരിപ്പാനും പുതുക്രൈസ്തവരെ മതനിഷ്ഠയെ നടത്തുവാനും നീ ചെയ്യുന്നുണ്ടോ? സത്യവഴി നടക്കുവാനും നിന്റെ കീഴിലുള്ളവരെ നടത്തുവാനും വേണ്ട വെളിവിനായി പരിശുദ്ധാരൂപിയോട് നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. വെളിവിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവെ, നീ എഴുന്നള്ളി വരിക. നിന്റെ വെളിവിൻ്റെ കതിർ ആകാശത്ത് നീ അയക്കുക. അന്ധകാരത്തിൻ്റെ നാടായി ഈ ലോകത്തിൽ ജീവിക്കുന്ന നിന്റെ മക്കളായ ഞങ്ങളുടെ ബോധത്തിൻ്റെ അന്ധകാരമെല്ലാം നീ മാറ്റുക. എന്തുകൊണ്ടെന്നാൽ ആദത്തിൻ്റെ പാപനിമിത്തം ഞങ്ങളുടെ ബോധങ്ങൾ സത്യം ഗ്രഹിപ്പാൻ വശമില്ലാത്തവയായി തീർന്നിരിക്കുന്നു. ലൗകിക ശാസ്ത്രങ്ങളെ അന്വേഷിച്ചും ലോക സാമർത്ഥ്യത്തെ തേടിയും നടക്കുന്ന ഞങ്ങൾ രക്ഷയുടെ കാര്യത്തിൽ അറിവ് കുറഞ്ഞവരും അറിവാൻ ആഗ്രഹമില്ലാത്തവരുമായി പോയി. ഭരിക്കുന്നവരിലാകട്ടെ ഭരിക്കപ്പെടുന്നവരിലാകട്ടെ നേർബുദ്ധിയും സത്യസന്ധതയും കാണുവാനില്ല. ഭക്തിജീവിതം കഴിക്കുന്നവരിലും പുണ്യാത്മാക്കൾ തന്നെയും ലോകാരൂപി നിറഞ്ഞിരിക്കുന്നു. പൗലോസിന് പ്രത്യക്ഷമായ ദിവ്യ വെളിച്ചമേ, നിന്റെ അരൂപിയായി ഞങ്ങളെ നീ വഴി കാണിക്കണമേ. നാശമാർഗത്തിൽ കൂടി ഇനിയും മുമ്പോട്ട് ഗമിക്കുവാൻ ഞങ്ങളെ അനുവദിക്കല്ലേ. അന്ധകാരത്തിൽ നിന്നും വെളിച്ചമുണ്ടാകുവാൻ കൽപ്പിച്ചവനെ ഞങ്ങളിലും സത്യപ്രകാശമുണ്ടാകുവാൻ നീ അരുളി ചെയ്യുക. കീഴുള്ളവരിൽ അനുസരണശീലവും മേലുള്ളവരിൽ നീതിബോധവും വരുത്തിയുള്ളണമേ. പാപത്തെ തഴങ്ങിയും തണുത്തും ലോകാരൂപിയുടെ കാറ്റിറ്റും മന്ദീഭവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉണർത്തുവാൻ നീ അല്ലാതെ മറ്റാരുമില്ല. സ്വർഗീയജ്ഞായ പരിശുദ്ധാരൂപിയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്വർഗീയ ആശയയിലേക്ക് ഉയർത്തി ദിവ്യ സ്നേഹാജ്ഞയാൽ ഇതിനെ നീ നിറയ്ക്കുക. ഇങ്ങനെ ഞങ്ങളെല്ലാവരും നിന്റെ വെളിച്ചത്തിൽ കൂടിയും നടന്ന സത്യവട്ടമായി നിന്റെ പക്കൽ വന്നു ചേർന്ന് നിത്യമായി ആനന്ദിപ്പാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നിട്ടുള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പ്രതിജ്ഞ: ഭരണാധികാരികൾക്ക് ദൈവ വെളിവുണ്ടാകുവാനായി പ്രാർത്ഥിക്കുകയല്ലാതെ മേലാൽ ഞാൻ അവരുടെ ദൂഷ്യഭങ്ങളെ പരിശോധിക്കുകയില്ല. പാവനാരൂപിയേ, സ്നേഹസ്വരൂപനേ, ഞങ്ങളിൽ വന്നു നിറയേണമേ.